സിക്സിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിച്ച് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് മിസ് ഇവിടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ എക്സാമിൻ്റെ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ക്രാഷ് ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മിസ് വേഗം തന്നെ പറഞ്ഞിരുന്നായിരിക്കും. മാത്രമല്ല ഈ ഒരു ബാച്ച് എൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ തന്നെ മിസ് പറഞ്ഞുതരും. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മിസ്സാക്കാതെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ചില ചാപ്റ്റേഴ്സ് അറിയുണ്ടായിരിക്കില്ല. ചില ചാപ്റ്റേഴ്സ് ചിലർക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയുണ്ടായിരിക്കും, പക്ഷെ മറന്നുപോയി. കാരണം ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഒന്നും ഓർമ്മയില്ല, എല്ലാം പഠിച്ചൊക്കെ മറന്നു പോകുന്നു. ചിലരാണെങ്കിൽ ഒരു ചാപ്റ്റർ പോലും തൊട്ട് നോക്കിയിട്ടില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും, അതായത് കംപ്ലീറ്റ് ആദ്യം മുതലുള്ള എല്ലാ ചാപ്റ്റേഴ്സും അതും റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ട് തരും. അപ്പോൾ റെക്കോർഡ് ചെയ്ത് തരുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്പീഡിലിട്ടിട്ട് 2x അല്ലെങ്കിൽ 1.5x ഇട്ടിട്ട് നിങ്ങൾക്ക് സ്പീഡിൽ കാണാം. പിന്നെ അതല്ല, ഇത് നിങ്ങൾക്ക് തീരെ അറിയാത്തൊരു ചാപ്റ്ററാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസ്സുകൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഓരോ ടോപ്പിക്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ചാപ്റ്റർ ഒന്നും കൂടെ നമ്മൾ റിവൈസ് ചെയ്തു, ചാപ്റ്റർ പഠിച്ചു, പക്ഷേ ചാപ്റ്റർ മാത്രം തിയറി പോർഷൻ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നമുക്ക് അതിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അറിയണം. കാരണം നല്ല ലെവലിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പം നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിറയെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, എന്നാലാണ് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടീച്ചേഴ്സ് വരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഒരു ലൈവായിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നടത്തി അടിപൊളിയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കി നോക്കാം. അതിൻ്റെ എല്ലാത്തിനും ആൻസേഴ്സും പറഞ്ഞുതരും, ഒപ്പം തന്നെ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകളും തരുന്നതായിരിക്കും. വർക്ക് ഷീറ്റിൽ വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്തു നോക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ്, ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ എന്തുണ്ടായിരിക്കും, എക്സാംസ് നടത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ മോഡൽ എക്സാംസ് നമ്മൾ നടത്തുന്നതായിരിക്കും. അതായത് നമ്മുടെ ഈ പബ്ലിക് എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേ നമുക്കൊരു ധൈര്യം വേണ്ടേ, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, പക്ഷെ എന്നിരുന്നാലും നമ്മൾ ശരിക്കുള്ള എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് വേണം, അതിനൊന്ന് നമുക്ക് സ്വന്തമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡൽ എക്സാം നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ക്രാഷ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ മുന്ന് തന്നിട്ടുള്ള ക്ലാസ്സുകളായിരിക്കില്ല ഈ ഒരു ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകളിൽ. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഒന്ന് കളക്ട് എടുത്ത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് എക്സാമിന് നല്ല മാർക്ക് കിട്ടാനായിട്ടുള്ള തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം. ഈ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എടുത്തു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ലെവലിൽ നിന്നും അഡ്വാൻസ്ഡ് ലെവലിലേക്ക്, അതായത് ഒന്നും അറിയാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒട്ടും പഠിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് അത് മനസ്സിലാക്കി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകളായിരിക്കും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞില്ലേ, തിയറി ആദ്യം പഠിക്കുന്നു, പിന്നെ അതിനുശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ തിയറിയും പ്ലസ് ക്വസ്റ്റ്യൻസും അവിടെ റെഡിയാവും. പിന്നെ അതേപോലെ തന്നെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ആയിരിക്കും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സിമ്പിൾ ടു ഹാർഡ് അല്ലേ, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, പക്ഷേ അത് മാത്രം നമുക്ക് എക്സാമിന് വരില്ല അല്ലേ, ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ സിമ്പിൾ ടു ഹാർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മിസ് പറഞ്ഞു പുതിയ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കുക. പിന്നെ ഓരോന്നിനും നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അതായത് ജസ്റ്റ് നിങ്ങളോട് പറയാണ്, ഓക്കെ ഇതാണ് മക്കളെ ഇപ്പോൾ മാത്സിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം, അത് ക്വസ്റ്റ്യൻ കാണിക്കുന്നു, ആ മക്കൾ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തല്ല ചെയ്യുക. അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് തന്നിരിക്കും. എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ലാത്ത തരത്തിൽ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ഗൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ആൻസർ ഉണ്ടായിരിക്കും, പക്ഷേ അതെങ്ങനെ വന്നു, അതിൽ ഈ സ്റ്റെപ്പ് പെട്ടെന്ന് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് പലർക്കും പല ക്വസ്റ്റ്യൻസ് ഡൗട്ട് ആവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു
ഡൗട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എക്സാം സ്ട്രാറ്റജീസും, അതായത് എങ്ങനെയാണ് പഠിക്കേണ്ടത്. ചില ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക കോഡുകളൊക്കെ വേണം അല്ലേ, കോഡുകൾ അല്ലെങ്കിൽ ടിപ്പുകൾ ഒക്കെ നമുക്ക് വേണം. എന്നാലാണ് നമുക്ക് അത് ഈസി ആയിട്ട് ആ ടോപ്പിക്കുകൾ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് പഠിക്കാനുള്ള ടിപ്പുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എൻ്റെ കുട്ടികളോട് ഒരു കാര്യം കൂടെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ, ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം കൂടി ഉണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിലേക്കായിരിക്കും ഉറ്റു നോക്കുന്നുണ്ടായിരിക്കും, എങ്ങനെയാണ് മിസ് അത് ഫ്രീ ആയിട്ട് കിട്ടുക, പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 26-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അത് എൻഡ് ചെയ്യുന്നത് ഫെബ്രുവരി, അതായത് 2026 ഫെബ്രുവരി 10 കൂടിയിട്ട് നമ്മളത് അവസാനിക്കും. ഓക്കെ, അതായത് അതോട് കൂടിയിട്ട് നമ്മൾ ചാപ്റ്റർ മൊത്തം തീർക്കുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം എൻ്റെ കുട്ടികൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ഇനി വീണ്ടും ഒന്നുകൂടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അത് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള സമയം അവിടെ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ ഫീസ് മിസ് പറഞ്ഞുതരാം. ഫീസ് വരുന്നത് 799 ആണ്, 1000 രൂപയല്ല. അതിപ്പോൾ നമ്മൾ ഓഫർ ഫീസ് ആയതുകൊണ്ട് തന്നെ 799 എന്ന് പറയുന്ന ഫീസിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് ഓഫർ ഫീസാണ്, കാരണം നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഓഫർ ഫീസിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാം, വേഗം തന്നെ ആഗ്രഹമുള്ളവരൊക്കെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലാണ് എൻ്റെ കുട്ടികൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ ഏറ്റവും നല്ല നമ്പർ ഇതായിരിക്കും. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല നമ്പർ ഇതായിരിക്കും. അപ്പോൾ മെജോറിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്തു. നിങ്ങൾക്ക് അഥവാ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം ഒരുപാട് കുട്ടികൾ ഒരേ സമയം തന്നെ കോൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കൂടുതലും എന്ത് ചെയ്യുക, ഈ നമ്പറുകളിലേക്ക് വാട്സപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി, അപ്പം തന്നെ അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഗ്രാബ് ചെയ്യുക. ഇനി എങ്ങനെയാണിത് ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണല്ലേ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കും, നമുക്കിപ്പോൾ അതേ കഴിയാനായി, കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു 6ാം ക്ലാസ് അങ്ങോട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 6ാം ക്ലാസ് കഴിഞ്ഞാൽ ഇനി അടുത്തതിന് 7ാം ക്ലാസ്സും എങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ എക്സാമിന് ഫാമിലിയുടെ കൂടെ തന്നെയാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു റിവിഷൻ ബാച്ചിൻ്റെ ഫീസും കൂടെ കൊടുക്കണം, then അതിനുശേഷം 7ാം ക്ലാസ്സിൻ്റെ ഫീസ് വേറെ കൊടുക്കണം, അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം തന്നെ നിങ്ങളുടെ 7ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിവിഷൻ ബാച്ചിൻ്റെ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. റിവിഷൻ ബാച്ച് എൻ്റെ കുട്ടികൾക്ക് 6ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ചിൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അത് ആക്ച്വലി എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. കാരണം എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഈ 6ാം ക്ലാസ് ഇപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇനി നിങ്ങൾ 7ാം ക്ലാസ്സിൽ എക്സാമിൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെയാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് റിവിഷൻ ബാച്ച് എൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫീസ് മിസ് പറഞ്ഞല്ലോ 7,999 ആണ്. ഇനി ഇപ്പം നമ്മുടെ കറൻ്റ്ലി നമ്മുടെ ബാച്ചിലുള്ള കുട്ടിയാണ് മിസ് ഞാൻ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറും കൂടി ഉണ്ട്. അതായത് കറൻ്റ്ലി നിങ്ങൾ ബാച്ച് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ട്. അതായത് ഇതിൻ്റെ 50% എമൗണ്ട് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും എന്ത് കിട്ടും, നമ്മുടെ ബാച്ച് നമുക്ക് ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം 7ാം ക്ലാസ് നിങ്ങൾ നമ്മുടെ എക്സാമിന് ഫാമിലിയുടെ ഒപ്പം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പൈസ കൊടുത്ത് വാങ്ങേണ്ട വല്ല ആവശ്യമില്ലല്ലോ. ഈ 50% എമൗണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ ലാഭം. അപ്പോൾ നിങ്ങൾ നോക്കുക, തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ദൈവമിസോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ സീറ്റ് ഗ്രാബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.